ഹലോ ക്യൂട്ടീസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പേപ്പർ കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന ഫോൾഡിങ് ഫോണ്. പല ക്യൂട്ടായിട്ടുള്ള ഫോണുകൾ പലരും ഉണ്ടാക്കുന്നത്. നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെ ഒരു ഫോൾഡിങ് ഫോണ്. ഈ അടുത്തിടയ്ക്ക് വളരെ ഇടയ്ക്കിടയ്ക്ക് പല വലിയ വലിയ കമ്പനികൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കും കയ്യിലിട്ടുണ്ട്. നമ്മൾ പണ്ട് പ്രിൻ്റ് ഉണ്ടാക്കില്ലേ, അതുപോലെ പേപ്പർ കൊണ്ട് തന്നെ ഫോൾഡിങ് ഫോൺ ഉണ്ടാക്കിയാലോ. പണ്ടാണെങ്കിൽ ഫോൾഡിങ് ഫോൺ ഒരു ക്രേസിനെസ് ആയിരുന്നു. ഇടയ്ക്ക് പിന്നെ അത് ബന്ധായിപ്പോയി കേട്ടോ, അത് നിർത്തിപ്പോയിട്ട് ഇപ്പോൾ വീണ്ടും അതിൻ്റെ ട്രെൻഡിങ് കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അതിന് വേണ്ടി 16 സെൻറ്റിമീറ്റർ ആൻഡ് 7 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റുള്ള 3 പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്ത്, കട്ടിയുള്ള പേപ്പർ വേണം, അതിന് സൈഡെല്ലാം കർവായിട്ട് കണ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനകത്ത് ഒരെണ്ണം മാത്രം ഹാഫായിട്ട് കണ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ കാണിക്കുന്ന നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. നമ്മൾ പ്രിൻ്റ് ഉണ്ടാക്കി ഞാൻ നമുക്ക് ക്യൂട്ടായിട്ട് ഫോൺ ഉണ്ടാക്കാമെന്ന്. ഈ കുഞ്ഞു പിള്ളേർക്കൊക്കെ കളിക്കാൻ ഇങ്ങനത്തെ ഫോണുകളൊക്കെ വലിയ ഇഷ്ടമാണ് അല്ലേ. പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഫോണുകൾ ഈ കടയിലൊക്കെ കളിപ്പാട്ട കടയിൽ കിട്ടുന്നത്. ഇപ്പോൾ അത് വലിയ വലിയ ബ്രാൻഡുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം നമുക്കും കയ്യിലിരിക്കട്ടെ ഒരു ഫോൾഡിങ് ഫോൺ. ഇഷ്ടമുള്ള കളർ പേപ്പർ എടുക്കാം. വൈറ്റിൻ്റെ മുകളിൽ ഞാൻ പച്ച ഉപയോഗിച്ചെന്ന്, എപ്പോഴും പെങ്കല്ലേ ഉപയോഗിക്കുന്നത്, ഇന്നൊരു പച്ച ഇരിക്കട്ടെ എന്ന് വെച്ചു. അപ്പം ചെറുതായിട്ട് അതും കർവായിട്ട് കണ്ടിച്ച് പിന്നെ താഴെ ഒരു വൈറ്റ് പേപ്പർ കണ്ടിച്ച് വെക്കണം. കാരണം നമുക്ക് ഫോൾഡിങ് ഫോണിന് ഫോൾഡ് ചെയ്യുമ്പോഴും ഉണ്ട്, അകത്തും ഉണ്ട് ഇമേജസ് അല്ലേ. അപ്പോൾ അതിനുവേണ്ടി കാണിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന് ഏതെങ്കിലുമൊക്കെ കളറോ മെഷർമെൻറ്റോ എന്തെങ്കിലുമൊക്കെ മാറ്റം വെക്കാം. പക്ഷേ ഞാൻ നമുക്ക് ഏകദേശം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഷർമെൻറ്റ് ആയതുകൊണ്ട് അതൊന്ന് ചെയ്ത്. അപ്പോൾ ഇങ്ങനെ പേപ്പർ ക്രാഫ്റ്റുകൾ ഇഷ്ടമാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പ്രത്യേകിച്ച് കൊച്ചു പിള്ളേർക്ക് ഉണ്ടാക്കി അവർക്ക് ഇങ്ങനത്തെ ഫോണുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്രേസിനെസ് അല്ലേ, ക്യൂട്ടായിട്ടിരിക്കുന്നില്ലേ. അപ്പോൾ അതിനുശേഷം നമ്മൾ കാണിക്കുന്ന അതിൻ്റെ മുകളിൽ ഈ പുറവശത്തെ ഭാഗമില്ല, ഇത് ക്യാമറയൊക്കെ ഉള്ള ഫാനും, ആ ക്യാമറയുടെ ഇതാണ് കാണിക്കുന്നത്. ഫോൾഡ് ഫോണിങ്ങിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് നമ്മൾ ക്യാമറയൊക്കെ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോഴും കാണാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ, നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ എടുക്കുകയൊക്കെ ചെയ്യും. ഇനി നമ്മൾ ക്യൂട്ട് ഇമേജ് വരച്ചു കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജ് ഒക്കെ ഞാൻ സാൻഡ്രിയോടെ ഏതെങ്കിലും ക്യാരക്ടർ വരയ്ക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിന് നിങ്ങൾ ഔട്ട്ലൈനൊക്കെ വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണേൽ ഹലോ കിറ്റി വരയ്ക്കാം കേട്ടോ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ മൈ മെലഡി 3 ഉണ്ടാക്കാമെന്ന് വെച്ചുകൊണ്ട് ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ എത്രയൊക്കെ ഇപ്പോൾ കൈ കണ്ടല്ലേ വരയ്ക്കുന്നത്, അത്ര പെർഫെക്റ്റ് ആയെങ്കിൽ നിങ്ങൾ നല്ല വരയ്ക്കുള്ളൂ, നല്ലോണം വരയ്ക്കാൻ അറിയാവുന്നവരൊക്കെ വരച്ചെടുക്കുക. അപ്പോൾ ഇത് ക്യാമറയുടെ സൈനാണ് നമ്മൾ കാണിച്ചിടുന്നത്, കാണിക്കത്തില്ല നമ്മുടെ. അതുപോലൊക്കെ വരച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തൊക്കെ ഞാൻ വരച്ചെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇതെല്ലാം ഞാൻ ബ്ലാക്ക് പെൻ കൊണ്ട് ഔട്ട്ലൈൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ബ്ലാക്ക് പെന്നിലേക്ക് സ്കെച്ച് നമ്മുടെ സാധാരണ പേന കൊണ്ട് വെച്ചാൽ, ഇതിനിപ്പോൾ വലിയ ബ്ലാക്ക് പോയിൻറ്റഡ് പെന്നാണെന്ന് വേണമെന്നില്ല. അപ്പം മൈ മെലഡിയെ നമ്മൾ വരച്ച് നമ്മൾ കളറൊക്കെ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. മൈ മെലഡിയുടെ വെച്ചാൽ മറന്നു പോയതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, എന്നാൽ സാലേ. പിന്നെ നമ്മളൊരു ടൈം ഞാൻ സാധാരണ അപ്ലോഡ് ചെയ്യുന്ന 4 മണിക്കല്ല, അതുകൊണ്ടാണ് 4 മണി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 2 മണിയോ 3 മണിയോ നിങ്ങളുടെ ഏത് ഇഷ്ടമുള്ള സമയം അതിനകത്ത് വയ്ക്കുക. പിന്നെ ഇതിനെല്ലാം കളർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ പിങ്ക് പേനയാണെങ്കിൽ വരച്ച് പിങ്കിൻ്റെ കളർ തീരാറായി കേട്ടോ. അപ്പം ഞാൻ പെയിൻറ്റ് അടിക്കാൻ സാധാരണ ഈ പിങ്ക് കളറും ബ്ലാക്ക് കളറും വൈറ്റ് കളറും നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതെല്ലാം തീർന്നുകൊണ്ടിരിക്കുക കേട്ടോ, ഇനി മേടിക്കണം. അപ്പം നമ്മൾ ഏകദേശം ഹാഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി മറ്റേ ഹാഫിലൊന്നും വെക്കണ്ട. ഈ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈ ഹാഫിലും മറ്റേ ആ ഹാഫ് പേപ്പറിലും നമ്മളിനി 3D ഇഫക്റ്റ് ഉണ്ടാക്കാം. ഇങ്ങനെ ചെറിയ പീസ് സ്ട്രിപ്പ് വരച്ച് കണ്ടിച്ചെടുക്കുക. സെയിം മെഷർമെൻറ്റ് കണ്ടിച്ചെടുക്കണം. കണ്ടിച്ച് ഇങ്ങനെ 4 സൈഡ് ഒട്ടിച്ചു കൊടുക്കുക. അതായത് നമ്മളിങ്ങനെ ബോക്സ് പോലെ ആക്കണം. ഇനി അതിൻ്റെ അടപ്പുണ്ടാക്കുകയാണ്. അതിൻ്റെ മുകളിലും ഇതുപോലത്തെ നമ്മൾ 3ാമത്തെ ഒരെണ്ണം കട്ട് ചെയ്തില്ലായിരുന്നു, അതുപോലത്തെ ഇത് മുകളിൽ വെച്ച് അടയ്ക്കുകയാണ്. ഇനി ഒരു പ്ലെയിൻ ഒരെണ്ണം കൂടെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഇതിനെ 2 എണ്ണത്തിന് ജോയിൻ പിൻ ചെയ്യാനാണ് നമ്മൾ 3ാമത്തെ മെഷർമെൻറ്റിലുണ്ടാക്കിയ ആ പേപ്പർ യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് നമുക്ക് മറിച്ച് വെക്കാം. മറിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ പേപ്പർ ഒട്ടിക്കുന്നത്. ഈ പേപ്പറിൽ ഞാൻ മൈ മെലഡിയുടെ ഒരു വലിയ ഇമേജ് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിനെ ഔട്ട്ലൈൻ ചെയ്ത് കളർ അടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഏതൊക്കെ ആപ്പുകളാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒത്തിരി വലിയ ആപ്പുകളൊന്നും ഞാൻ ഇതിനകത്ത് വെക്കുന്നില്ല. നമ്മൾ സാധാരണ ഒരു പേപ്പർ കൊണ്ട് ഉണ്ടാക്കില്ലേ. അപ്പം ഇഷ്ടമുള്ള ഈ നമ്മൾ വാൾപേപ്പർ സൈഡിൽ നമുക്ക് ഏതൊക്കെയാണ് നമ്മുടെ സ്ക്രീനിൽ കാണേണ്ടതെന്ന് വെച്ചാൽ ആ ആപ്പുകൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പം ഈ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഫോണിൻ്റെ ഡീറ്റെയിൽസ് വരച്ച് കൊടുക്കണം. സൈഡിൽ ഞാൻ പിങ്കാണ് കൊടുക്കുന്നത്. ആ പേനോണ്ട് പിങ്ക് വരച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് പിങ്കിന് വരെ ബ്ലൂവോ നിങ്ങളുടെ തീമിനനുസരിച്ചുള്ള നിങ്ങൾക്ക് കളർ വരച്ച് കൊടുക്കാം. ബ്ലൂ വരച്ച് കൊടുക്കാം, ഗ്രീൻ വരച്ചു, എന്ത് വേണമെങ്കിലും അവർക്ക്. അപ്പോൾ ആ കർവൊക്കെ കർവായിട്ട് വരച്ച് കൊടുത്ത് നമ്മൾ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. ഇനി മോളി ഈ ക്യാമറയുടെ ഈ സൈൻ കാണത്തില്ല, നമ്മൾ ഫ്രണ്ട് ക്യാമറയുടെ അതൊക്കെയാണ് നമ്മൾ വരച്ചു കൊടുക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു ഫോണാണെന്ന് പറയുമ്പോൾ ഫോണിൻ്റെ എല്ലാ കാര്യങ്ങളും വരച്ചു കൊടുത്തേക്കാം അല്ലേ. അപ്പം കാണുമ്പോൾ നമുക്ക് ഒരു ഫോണാണ് തോന്നുകയും ചെയ്യണ്ടേ. അപ്പോൾ പ്രത്യേകിച്ച് ഈ കൊച്ചു പിള്ളേരെ കളിപ്പിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം കേട്ടോ, അല്ലെങ്കിൽ അവർ പറയും അത് ഫോണൊന്നുമല്ലെന്ന് പറയും അല്ലേ. അപ്പം മൈ മെലഡിക്ക് ഞാൻ കുറച്ച് പിങ്ക് കളറും ഇതൊക്കെ, പിങ്ക് കളർ വളരെ ബുദ്ധിമുട്ടി അടിച്ചു കൊടുത്തിരിക്കുകയാണ്. പിങ്ക് അഡ്ജസ്റ്റ് ചെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ കളർ ഉണ്ടായിരുന്നു അതെങ്കിലും അടിച്ചു കൊടുക്കാമായിരുന്നു. ഈ പിങ്ക് ഷെയ്ഡ് നമ്മൾ എപ്പോഴും എല്ലായിടത്തും ക്യൂട്ട്നെസ്സിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത് അല്ലേ. പണ്ട് പിങ്ക് ഷെയ്ഡ് അത് യൂസ് ചെയ്യത്തില്ല, ഇപ്പോൾ എല്ലാത്തിനും പിങ്ക് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ മൈ മെലഡിയെ കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്പുകൾ ഏതാണെന്ന് ഞാനിപ്പോൾ
നമ്മളിപ്പോൾ ഇതിനകത്ത് യൂട്യൂബും ഫേസ്ബുക്ക് അങ്ങനെ നമ്മൾ മെയിനായിട്ട് കുറച്ച് യൂസ് ചെയ്യത്തില്ലേ, ആ ആപ്പുകൾ മാത്രമേ ഞാൻ അവിടെ അകത്തോട്ട് വെക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഈ പേപ്പർ നമുക്ക് മറ്റേ സാധനത്തിന് മുകളിൽ ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമ്മൾ ഫുൾ കണ്ടിക്കാതെ വെച്ചിരിക്കുന്നത്. മറ്റേ നമ്മൾ 3 പീസും കണ്ടിച്ച് വെച്ചില്ലായിരുന്നോ, അതെന്തിനാണ് ആ സ്പേസ് ആ 4 ആയിട്ട് നമ്മൾ കണ്ടിച്ച് 2 ബോക്സായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടല്ലോ, മനസ്സിലായല്ലോ. അപ്പോൾ ഏകദേശം ആയല്ലോ. ഇനി മൈമെലഡി തീമുമായിട്ടുണ്ട്. ഇനി മൈന്യൂട്ടായിട്ട് നമ്മൾ കുറച്ച് ആപ്പുകൾ മാത്രം അതിൻ്റെ വൈറ്റിന് മുകളിൽ വരച്ച് കൊടുത്ത് കേട്ടോ. നിങ്ങൾക്ക് ഏതൊക്കെയാണ് വരയ്ക്കാൻ പറ്റുന്നത് വെച്ചാൽ അതൊക്കെ വരച്ച് കൊടുക്കുക. എന്ന് വെച്ചാൽ കുളമാക്കണ്ട, ഒത്തിരി വരച്ച് കൊടുക്കുന്നത്, അതിൻ്റെ അകത്ത് മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ കേട്ടോ. അപ്പം 3-4 ആപ്പുകളെ വരച്ച് കൊടുക്കുകയാണ്. പിന്നെ അതിനെ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ ഷെയ്ഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ നമ്മുടെ ബോക്സില്ലേ അവിടെ വെക്കണം. ഇനി മുകളിൽ കണ്ടോ ക്യാമറയുടെ ആ സൈനായിട്ടാണ് കുഞ്ഞു കുഞ്ഞു ഡോട്ടുകൾ വരച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ പേപ്പർ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ക്രാഫ്റ്റുകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പറയണേ. അപ്പോൾ മറ്റേതിൽ നമ്മൾ 4 മണിയല്ലേ വരച്ചത്, അതുകൊണ്ട് ഇവിടെ ഞാൻ 4 മണി എന്നുള്ള കാരണം സമയം തെറ്റിക്കത്തില്ല, രണ്ട് അടുത്ത് നിന്ന് തുറന്നാലും അടച്ചാലും സെയിം സമയം തന്നെയല്ലേ വരുന്നത്. അപ്പോൾ 4 മണി എന്നുള്ളത് നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. അത് വരച്ച് വേണമെങ്കിൽ എഴുതിയാൽ മതിയാണ്, പക്ഷേ ഞാൻ വരച്ച് കട്ട് ചെയ്ത് ഒട്ടിക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം വരയ്ക്കാം. അതിന് ശേഷം നമ്മളിതിനെ ജോയിൻ ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ മറിച്ച് വെക്കണം. മറിച്ച് വെച്ചിട്ട് രണ്ടും കൂടെ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ഈ സാധനത്തെ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇതിൽ ഗമ്മ് പുരട്ടി നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. അതായത് നടുക്ക് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുന്ന രീതിയിൽ അവിടെ മാത്രം ഗമ്മില്ലാതെ ബാക്കി 2 ബോക്സിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നമ്മൾ 4 മണി എന്നുള്ള സമയം ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. 4 മണിക്ക് പകരം വേറെ സമയം വെക്കാം കേട്ടോ. ഞാൻ ആ 4 മണി നമ്മൾ സാധാരണ 4 മണിക്കൊക്കെ അല്ലേ വീഡിയോ ഇടുന്നത്, അത് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ക്യൂട്ടായിട്ടുള്ള ഇപ്പോൾ ഫോൺ കഴിഞ്ഞ് ഇനി അടുത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ലോങ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പം ഇതുകൊണ്ട് നമ്മുടെ ഫോൺ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിൽ വേണ്ട നമ്മുടെ വോളിയത്തിൻ്റെ ബട്ടണും നമ്മുടെ പവർ ബട്ടണൊക്കെ ഇല്ലേ, അതൊക്കെ ബട്ടണൊക്കെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. അതും കണ്ടിച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഈ വീഡിയോ എന്നൊക്കെ ആയിരിക്കും നമ്മൾ അടുത്ത മന്തിലേക്കുള്ള അതായത് ഇപ്പോൾ ചലിക്കുന്ന മന്തില്ലേ, നമ്മുടെ ജൂലൈ മന്തിലെ വിന്നറെ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണില്ലേ, സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നമ്മൾ വീഡിയോയ്ക്ക് റീച്ചില്ല, നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കാൻ കാണട്ടെ. പിന്നെ അതുകൂടാതെ ടോപ്പ് കമൻറ്റർ ആവുന്നവരെ മാത്രമേ ഗിവ് വേയിൽ സെലക്ട് ആക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്നുകൊണ്ട് നമ്മുടെ ഫോൺ എങ്ങോട്ട് ഇഷ്ടമായോ?